ഗായ്സ്, എൻ്റെ കൂടെ വന്ന 8 പേരെ കാണാനില്ല. അതുകൊണ്ട് ഞാൻ അവരെ തിരക്കി ഇറങ്ങിയതാണ്. ആരുമില്ല. സോ അവരെ കണ്ടുപിടിക്കാനായിട്ട് ഞാനിങ്ങനെ ഈ ലേക്കിന് ചുറ്റും ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എവിടെ വെച്ച് അവരെ കണ്ടുമുട്ടും എന്ന് എനിക്ക് അറിയാൻ വയ്യ. ഹായ് ഗായ്സ്. ഇപ്പോൾ ഗായ്സ് ഇന്ന് നമ്മൾ എവിടെയും പോകുന്നില്ല ഗായ്സ്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന്റെ തിരക്കിലാണ്. തത്കാൽ കിട്ടിയില്ലെങ്കിൽ ഇന്ന് ഷെഫിൻ നമ്മളോട് വരുന്നില്ല. നമ്മുടെ റിസോർട്ടാണത് കണ്ടോ ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നില്ല. ഒരാളിവിടെ സാരിയൊക്കെ കൊടുത്ത് എന്തിനാണോ എന്തോ ഗൈസ്. ഗൈസ് പൂക്കി വേണമുണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ എല്ലാവരും ബിസിയാണ് ഗൈസ്. റേഞ്ച് കിട്ടുന്നില്ല ഗൈസ്. എന്ത് ചെയ്യും ഗൈസ്? ഗൈസ് അമ്മയെ നോക്ക് ഗൈസ്. ഹായ് ഗൈസ്. എന്ത് ചെയ്യുകയാണ്? ഒന്നും ചെയ്യുന്നില്ല ഗൈസ്. അമ്മത് ഭദ്രകാളി കിടക്കുന്നു ഗൈസ്. ഇപ്പോൾ കൊടൈമിസ്ക വ്യൂ പോയിന്റിലെത്തിയിരിക്കുകയാണ്. അതെ, തേർഡ് ഡേ. ഇവിടെ ഇന്ന് കോയമ്പത്തൂർ ഫുള്ള് കാണാനാണ് ഡ്രൈവർ എണ്ണം പറഞ്ഞത്. പക്ഷെ ഇപ്പം ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ലാതെ മനസ്സിലായി. മഞ്ഞ് ഇവിടെയാണ് താമസിക്കുന്നത്. അവരെ വീട് ഇതാണ്. അതെ അതെ അതെ. പക്ഷെ മഞ്ഞാൽ മൂടപ്പെട്ടതായാൽ കോയമ്പത്തൂർ കാണാൻ പറ്റത്തില്ല. കുറച്ച് സ്ഥലമൊക്കെ കാണാം. ഇതാ കാണാം, അന്തയിതാണ്. ഹേയ് ഗൈസ്, ഞാൻ നേരത്തെ പോട്ട എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീഡിയോ എൻ്റെ ഫ്രണ്ട്സ് ഇതാ ഇത്. ഞാൻ അവരെ തേടി പാത്താച്ച്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം കൊടയിലേക്ക്. എന്താമോ കൊടയിലേക്കടാ, കൊടയിലേക്കടാ. മിസ്റ്റ് മൂടിയിട്ടേ ഇருக்கு. അടാ തുടങ്ങിയിട്ടടാ അജിനാക്കാ. പാരുங்கடா ഷെഫിൻഡാ. இந்த മിസ്റ്റ് കാണടാ. അജിന ഇവിടെ ഉണ്ടേ. അജിന, ആൽവിന. ഏയ് അയ്യോ, ഇവര് ഫോട്ടോ എടുക്കായിരുന്നു കണ്ട. എപ്പോഴും നമ്മൾ ഇങ്ങനെയാണ് കേട്ടാ. ആരെങ്കിലും ഫോട്ടോ എടുക്കുകയാണെങ്കിൽ സോറിയും പറയൂല, പൊക്കോട്ടാന്നും പറയൂല, നേരെ കയറിയും പോകും. അത്രയ്ക്ക് മര്യാദ ഉള്ള ആൾക്കാരാണ് നമ്മള് മലയാളീസ് ഫ്രം കൊല്ലം. നമ്മള് ഗൈസ് കൊടൈക്കനാലിന്റെ വാക്കുകൾ കിട്ടാതായി. കൊടൈക്കനാലിന്റെ ഹൃദയഭാഗത്തിലാണ്. അതെ, ബാക്കി പക്ഷേ ബാക്കി പറ. നീ ഇച്ചിരി ആലോചിച്ചൊക്കെ പറ, കിട്ടും. കൊടൈക്കനാലിന്റെ ഹൃദയഭാഗത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ബാക്കി ഡോട്ട് ബ്ലാങ്ക്. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്പോട്ട് അന്വേഷിച്ച് പോവാണ്. സ്ഥിരം കയറുന്ന സ്ഥലത്ത് എപ്പോഴും ക്ലീശയായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് തോന്നുന്നില്ല. ആയതിനാൽ നമ്മൾ ഇന്ന് എവിടെയാ ആ പുള്ളി പറഞ്ഞ സ്ഥലത്തിന് പേരെന്താണ്? അതെല്ലാം കഴിഞ്ഞു പോയാച്ച്. ഇനി പുതിയ സ്ഥലം കണ്ടുപിടിക്കണോ? നമ്മൾ ഇന്നലെ ഇരുന്ന സ്ഥലം എന്ന് പറ. നമ്മൾ ഇന്നലെയും ഇന്ന സ്ഥലത്ത് ഇരുന്നാച്ച്. പക്ഷേ ഈ സമയത്തല്ല, ഒരു 7 മണി 8 മണി. அப்புறம் நம்ம இங்கிருந்து
ബസ് സ്റ്റാൻഡിക്ക് കിളമ്പറേ. അതെ അല്ലേ അഭിഷേക്? നീ പറയുന്നത് ഏത് കടയിൽ കയറണമെന്നാണ്? നേരത്തെ കയറിയ കടയിൽ ബിരിയാണി കിട്ടുന്ന കടയിൽ കയറണമെന്ന്. നേരത്തെ കയറിയ കടയിൽ കയറണം. കയറണ്ട, വേറെ കടയിൽ കയറണം. എന്താണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? ബിരിയാണി. ഓ, അതിന് വേറൊരു ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, എഗ് ബിരിയാണി, പ്ലെയിൻ ബിരിയാണി, ബിരിയാണി ബിരിയാണി ബിരിയാണി. അയ്യോ കൈയെല്ലാം വിറക്കിത്. ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡ്. ഇന്ന് നമ്മള് വളരെ ബിസി ആയിരുന്നു, അതുകൊണ്ട് വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല അല്ലേ? ഭയങ്കര ബിസി ആയിരുന്നു. നടന്ന് ഇന്നൊരു 10-15 കിലോമീറ്റർ എത്തി കാണും അല്ലേ നമ്മൾ നടന്ന്? ഇന്ന് നാമ 10-15 കിലോമീറ്റർ നടന്നിട്ട് പിന്നെ നല്ല ഞാൻ ഇവിടെ താമസിക്കുകയാണ്. அந்த 3 கிலோமீட்டர் நம்ம ஸ்டே பண்ணி இருக்குது നമ്മുടെ സ്റ്റാൻഡിക്ക് വന്നേ. അതുക്കപ്പുറം താ നമ്മൾ എവിടെ പോയത്? ലേക്കിൽ പോയത്. അവിടെ 5 കിലോമീറ്റർ നാമ താണ്ടിയാച്ച്. ടോട്ടൽ 8 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ. നായിഡുപുറത്തേക്ക് 10 മിനിറ്റ് കഴിഞ്ഞാ ബസ് ഇருக்கு. ഇല്ല ബസ് നോക്കൂ ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഒരാൾ എങ്ങനെ ഇരിക്കുന്നത്? ഞാൻ ചെറുതായിട്ട് കേട്ടായിരുന്നു. അറിയാതെ അപ്പൊ നമ്മള് ഇന്നത്തെ വ്ലോഗ് ക്ലോസ് ചെയ്യാണ്. ഇനി നമുക്ക് വീട്ടിൽ പോകാം. കൊടൈ ഡിസ്ട്രിക്ട്.